വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടോ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് മത്സരിപ്പിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തില് പാലക്കാട്ട് നിന്ന് രാഹുലുമായി അടുത്ത ചില ആളുകളിൽ നിന്ന്, എസ്പെഷ്യലി രാഹുലുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാഹുലിന്റെ കൂട്ടുകാരായിട്ടുള്ള അടൂരിലെ ചില നേതാക്കൾ എന്ന് പറഞ്ഞാൽ ചില യൂത്ത് നേതാക്കൾ, ആ ആളുകളുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്ന് പറയുമ്പോൾ രാഹുല് UDFന്റെ സ്ഥാനാർത്ഥിയാവില്ല, മറിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നിന്ന് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. രാഹുൽ മറ്റു ഒരു മുന്നണിയിലേക്കോ കൂടുമാറുകയോ കാലുമാറുകയോ ചെയ്യുകയുമില്ല. LDFിലേക്കോ അല്ലെങ്കിൽ NDAയുടെയോ അങ്ങനെ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഇങ്ങനെ മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെങ്കിൽ, കോൺഗ്രസ് മത്സരിപ്പിച്ചില്ലെങ്കിൽ രാഹുൽ മുന്നണി വിടുമോ, അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തായാലുമില്ല, അപ്പോ മറ്റെവിടെയെങ്കിലും ചേക്കേറിക്കൊണ്ട് LDFന്റെയോ NDAയുടെയോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ, ചില അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു നിലപാടിലേക്ക്, നടപടിയിലേക്ക് കടക്കില്ല എന്ന് മാത്രമല്ല, രാഹുൽ മത്സരിക്കും, പാലക്കാട്ട് തന്നെ മത്സരിക്കും. അത് രാഹുൽ മാങ്കൂട്ടം എന്താ പറയേണ്ടത്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുക. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിമതനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെക്കേണ്ടി വരും. പക്ഷെ വിമതനാകുക എന്ന് പറഞ്ഞ പദപ്രയോഗം ശരിയാവുമോ എന്ന് അറിയില്ല. കാരണം ഓൾറെഡി പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന വ്യക്തിയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. അങ്ങനെ ഒരാള് എവിടെ മത്സരിക്കുന്നു, എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു വിമത നീക്കമായി കാണാൻ കഴിയുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു സ്വതന്ത്രനാവാനുള്ള സാധ്യതകള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോ പുറത്തേക്ക് വരുന്നുണ്ട്. മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മത്സരിക്കും, രാഹുൽ മാങ്കൂട്ടത്തില് 2026 പാലക്കാട്ട് തന്നെ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ചില ഉറച്ച തീരുമാനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്തായാലും ആവില്ല, UDFന്റെ സ്ഥാനാർത്ഥി ആവാനും പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ അയാൾ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തണം, പാർട്ടി അയാൾക്കെതിരെ അയാളെ പുറത്താക്കിയ നടപടി പിൻവലിച്ച് അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. ഇങ്ങനെ കുറെ കടമ്പകളുണ്ട്. പാർട്ടി പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി, നടപടിക്ക് വിധേയമായ വ്യക്തി, അങ്ങനെ ഒരാളെ പാർട്ടി ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുകയില്ല എന്നുള്ള കാര്യവും രണ്ടാമത്തെ കാര്യം. പിന്നെ പാർട്ടി ഇങ്ങനെ ഒരു തിരിച്ചെടുക്കൽ എന്നുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി ചെന്നെത്തണമെങ്കിൽ അവിടെ ഒരു കടമ്പ എന്ന് പറയുന്നത്, ഇപ്പൊ രാഹുലിനെതിരെ നിലനിൽക്കുന്ന കേസുകള്, പരാതികള്, ആരോപണങ്ങള്, ഇതിലൊക്കെ കോടതി ഇടപെട്ട സ്ഥിതിക്ക് കോടതിയുടെ എന്തെങ്കിലും ഒരു തീരുമാനം പുറത്തേക്ക് വരണം. കോടതിയുടെ തീരുമാനം പുറത്തേക്ക് വരണമെങ്കിൽ എന്തു വേണം? ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് ഇപ്പൊ രാഹുലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തില് ഒരു നീക്കുപോക്കും നടക്കുന്നില്ല. അത് ആ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അതവിടെ നിന്നിരിക്കുകയാണ്. അതിൽ മുന്നോട്ടുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ഈ കേസ് എവിടെയെങ്കിലും എത്തുമെന്നോ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ച് കോടതിക്ക് മുന്നിലെത്തി, പിന്നെ കോടതിക്ക് അവിടെ വാദങ്ങളും പ്രതിവാദങ്ങളും തുടങ്ങി, രാഹുലിന്റെ അഭിഭാഷകന് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ട്, പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അപ്പോ അതിന് സമയമെടുക്കും. എന്താണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അങ്ങനെ ഒരു കോടതിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവില്ല. പിന്നെ കോടതി എന്തെങ്കിലും ഒരു പരിഗണനയ്ക്ക് തോന്നി കോടതി സ്പീഡാക്കുക എന്ന് കരുതിയാൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതെ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. കാരണം കുറ്റപത്രം വരണം, അന്വേഷണ റിപ്പോർട്ട് വരണം, ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വാദങ്ങളും പ്രതിവാദങ്ങളും കേൾക്കണം,
കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിന് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കോടതി കേട്ടതിന് ശേഷം മാത്രമേ ഒരു 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 അസംഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നീക്കുപോക്ക് കോടതിയുടെ ഭാഗത്തുണ്ടാവില്ല. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്ന ഈ വെറും ചുരുങ്ങിയ കാലാവധി ഇപ്പൊ ജനുവരി 1 എത്തി. ഈ ജനുവരി 1 എത്തി നിൽക്കുമ്പോൾ ഇനിയുള്ള 4-5 മാസങ്ങൾ, ഈ 4-5 മാസത്തില് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോടതിയെ കൊണ്ട് എന്തായാലും സാധ്യമല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണെങ്കിലും ആ റിപ്പോർട്ട് അവരവിടെ സമർപ്പിക്കില്ല എന്നുള്ളതാണ്. ഇനി അന്വേഷണം പൂർത്തീകരിച്ചാലും അവരെന്തൊക്കെ കണ്ടെത്തി കഴിഞ്ഞാലും കുറ്റപത്രം അവർ സമർപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, അയാൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും ഇപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് രാഹുലിനെ മാക്സിമം ഈ നിയമസഭാ ചിത്രത്തിൽ തന്നെ ഉണ്ടാവാതിരിക്കുവാൻ, അതിന്റെ പ്രചരണത്തിൽ പോലും ഉണ്ടാവാതിരിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും അവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. കോടതി ഇപ്പോ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞ് ഈ ആരോപണങ്ങളെയൊക്കെ കോടതി തള്ളിയതിനു ശേഷമാണെങ്കിൽ കോൺഗ്രസിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവ് അത് സുഗമമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ കോടതിയുടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അത്തരത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ് അയാളെ സ്ഥാനാർത്ഥിയാക്കില്ല, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമ്പോ രാഹുൽ ആക്കാതിരിക്കുമ്പോ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് നൽകാതിരിക്കുമ്പോ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യും? രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്വതന്ത്രനായിട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വതന്ത്രനായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിച്ചാൽ രാഹുൽ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. രാഹുൽ തന്റെ പണി, ഒരു MLA എന്ന രീതിയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പാലക്കാട്ടെ ജനങ്ങൾക്ക് അയാൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് ഭംഗിയായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് നടത്തുന്നുണ്ട്. രാഹുൽ സജീവമായ ഇടപെടലുകൾ പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അപ്പോ ഇതൊക്കെ എന്തേ പുറത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് മാപ്രകളുടെ വഴിക്ക് പോയിട്ടുണ്ട്. ഇപ്പോ ആർക്കും രാഹുലിനെ വേണ്ട, ആർക്കും രാഹുലിനെ ചർച്ച ചെയ്യേണ്ട, ആർക്കും തലക്കെട്ടുകൾ വേണ്ട, ആർക്കും സ്റ്റോറികൾ വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതേക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതാ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഇല്ല എവിടെയും, അല്ലെ? അപ്പോ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ എന്ത് ചെയ്യുന്നു, രാഹുലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് അങ്ങനെ വലിയൊരു രീതിയിൽ പൊതു മധ്യത്തിലേക്ക് എത്താത്തത്. പിന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന്, പാലക്കാട്ടിൽ നിന്നും അതുപോലെ അടൂരിൽ നിന്നുമൊക്കെയുള്ള ചില നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ചില ഇൻഫർമേഷനുകൾ, അവരും അത് പൂർണ്ണമായിട്ട് അങ്ങനെ ഓപ്പണായി പറയാൻ അവര് തയ്യാറുമല്ല. അതിന് ചില ഓഡിയോ ക്ലിപ്പുകൾ, ചില ഫോൺ സംഭാഷണങ്ങൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ഫോൺ സംഭാഷണങ്ങൾ അത് പുറത്തു വിടരുത് എന്ന് അവർ തന്നെ ആദ്യമേ പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്തരത്തിലൊരു നമ്മളത് പുറത്തു വിടേണ്ട എന്ന് കരുതിയതാണ്. കാരണം അത് ഒരു ബന്ധത്തിന്റെ പേരിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അവർ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങളത് പുറത്തു വിടരുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാം, പക്ഷെ അത് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ എന്റെ വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ എന്റെ ഫോൺ സംഭാഷണങ്ങൾ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ തയ്യാറാവാത്തത്. അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ട്, കാരണം ഞാനത് കേൾപ്പിച്ചു കഴിഞ്ഞാല് ശബ്ദം കേൾക്കുമ്പോൾ പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോ അയാൾ പറയുന്ന ഫുള്ള് കാര്യങ്ങൾ പോലും നിങ്ങളെ കേൾപ്പിച്ചില്ലെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാഹുല് പാലക്കാട്ട് മത്സരിക്കും. അതൊരു ആരുടെയും പിന്തുണയില്ലാതെ, ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ഒരു മുന്നണിയിലും അംഗമല്ലാതെ ഒരു സ്വതന്ത്രനായിക്കൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം,
കോൺഗ്രസിന് പാലക്കാട്ട് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ്. രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സ്വതന്ത്രനെ പിന്തുണക്കാതിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അവിടെ മത്സര രംഗത്ത് ഉണ്ടാവുകയും ചെയ്യാം. ഇതിൽ എന്ത് കോൺഗ്രസ് ചെയ്യും എന്നുള്ള കാര്യം അത് UDF ഒരു വലിയ തീരുമാനമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു അതിന്റെ 99% രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും രാഹുലിനെ UDF പിന്തുണക്കുന്ന സ്വതന്ത്രനാവാനുള്ള സാധ്യത വളരെ കുറവാണ്. 99% അത്തരത്തിലൊരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ അവിടെ ഉള്ളത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, കോൺഗ്രസും മത്സര രംഗത്ത് ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കാരണം ഒരു വിട്ടുവീഴ്ചക്കും ഒരു തരത്തിലുള്ള ഒരു നീക്കുപോക്കിനും കോൺഗ്രസ് തയ്യാറാവില്ലെന്ന് മാത്രമല്ല, VD സതീശൻ അതിന് സമ്മതിക്കുകയുമില്ല. കാരണം ഇത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് രാഹുലിനെ പിന്തുണച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അപശബ്ദം കേൾക്കേണ്ടി വരിക എന്നുള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ രണ്ട് കാര്യവും ഉറപ്പാണ്. കോൺഗ്രസ് രാഹുലിനെ പിന്തുണക്കില്ല എന്നുള്ളതും രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ളതും രണ്ടും ഉറപ്പാണ്. അങ്ങനെ വരുമ്പോ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഉടനീളം വലിയ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കപ്പെടും. അതിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് പാലക്കാട്ട് നിയോജക മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. അപ്പോ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണമെങ്കിൽ ഇനി അവസാന നിമിഷം എന്തെങ്കിലും രീതിയിൽ രാഹുൽ പിന്മാറണം. രാഹുൽ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്, മത്സരിക്കും, അത് സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിക്കും പാലക്കാട്ട് എന്നുള്ളതാണ്. ഇനി കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിലാണ് സ്വതന്ത്രന് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മത്സരിക്കുമായിരിക്കും. അതിന് UDF തീരുമാനങ്ങൾ വരണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് രാഹുൽ സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി അവസാന നിമിഷം എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി രാഹുൽ പിന്മാറിയാലല്ലാതെ, പിന്മാറാത്ത കാലത്തോളം നമുക്ക് രാഹുലിനെ പാലക്കാട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും നമ്മൾ അയാളെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്.